Our discussion continues to ASC 13C. നമ്മൾ എയിലും ബിയിലും കണ്ടതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ASC 13Cയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ചാർജ് സമ്മറി കണ്ടെയ്ൻസ് ഫോളോ അപ്പ് അഡ്വൈസ്, മെഡിക്കേഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ് ഇൻ ആൻ അണ്ടർസ്റ്റാൻഡബിൾ മാനർ. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഈ ഡിസ്ചാർജ് സമ്മറി കൊണ്ടുപോകുന്നത് സാധാരണ മനുഷ്യരാണ്. മറ്റൊരു ഡോക്ടറെ അടുത്ത് നാളെ ചികിത്സയ്ക്ക് പോകുമ്പോഴോ നമുക്ക് തന്നെയോ കാണാൻ ഇത് ഉപകരിക്കുമെങ്കിലും പലപ്പോഴും ഈ പേഷ്യൻ്റ് അവരുടെ ബന്ധുമിത്രാദികളോ ആണ് ഈ ഡിസ്ചാർജ് സമ്മറി കയ്യിൽ സൂക്ഷിക്കുന്നതും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുന്നതും ഒരു മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാൻ ആ ഡിസ്ചാർജ് സമ്മറിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഉള്ള കണ്ടൻസിൽ ഫോളോ അപ്പ് അഡ്വൈസ് ഉണ്ടാകണം. അവർക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ മെഡിക്കേഷൻ്റെ ഇൻസ്ട്രക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവണം. അഥവാ TID എന്നാണ് കൊടുക്കുന്നതെങ്കിൽ മോർണിംഗ്, നൂൺ, ഈവനിങ് എന്ന് വ്യക്തമായി അതിന് താഴെ എക്സ്പ്ലനേഷൻ ഉണ്ടാവണം. അതർവൈസ് 1-1-5 എന്ന് കൊടുക്കണം. സോ അവർക്ക് മനസ്സിലാകുന്ന ടേംസ് ഉപയോഗിക്കണം. ഗ്രേപ്സിൽ ഇത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നമുക്കവിടെ കാണാൻ പറ്റും മെഡിസിൻ ടൈമിങ്സ് എന്ന് പറഞ്ഞ ഒരു മാസ്റ്റർ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ കൂടെ നമുക്ക് അവിടെ എങ്ങനെ കഴിക്കേണ്ടതെന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ ഓൺ QID, TID, BD, ODയുടെ കൂടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് വി ക്യാൻ യൂസ് ഫോർ ദിസ് കൈൻഡ് ഓഫ് നീഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒരു സേഫ് ആൻഡ് എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻ എക്വിപ്മെൻസിനെ കുറിച്ചും കൂടെ ആകണം ഡിസ്ചാർജ് സമ്മറിയിൽ. ചിലപ്പോൾ നമ്മൾ ഒരു നെബുലൈസർ കൊടുത്ത് വിട്ടിട്ടുണ്ടാവും. ഹൗ ടു യൂസ് ദാറ്റ്, ഏതെങ്കിലുമൊക്കെ റീഹാബ് എക്വിപ്മെൻസിൻ്റെ കാര്യത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന ഗൈഡൻസ് അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയത് മറന്നു വന്നു. നമ്മൾ എത്ര കാര്യങ്ങൾ കേട്ടിരിക്കുന്നു ഇല്ലേ? ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ വന്നതിന് ശേഷം നമ്മൾ കേട്ടതെല്ലാം നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടോ? നമ്മൾ പ്രാക്ടീസ് ചെയ്തത് പലതും ഓർമ്മയിൽ കാണും, കേട്ടതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ നാട് എന്നേ സുന്ദരമായി പോയനല്ലേ, കേട്ടതെല്ലാം ഓർത്തിരിക്കുന്നത്. നമ്മളൊരു ദിവസം തന്നെ ഒരു റീൽസായിട്ടൊക്കെ കുറേ മെസ്സേജുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാ. പല റീൽസും കടന്നു പോകുമ്പോൾ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് സ്ട്രൈക്ക് ചെയ്യും നമ്മുടെ മൈൻഡിൽ അല്ലേ. വളരെ സൂപ്പർ, നല്ല ഇൻഫർമേഷൻ. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മറന്നുപോകും. കാരണം കണ്ടതും കേട്ടതും ഒക്കെ അവിടെ നിൽക്കാനായിട്ട് പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യത്തേക്കാൾ നമ്മുടെ ഡിസ്ചാർജ് സമ്മറിയിൽ ഈ കണ്ടൻറ്റ് ഹൗ ടു യൂസ് സേഫ്ലി എന്നത് ഉണ്ടെങ്കിൽ അവർക്കത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അതേ കണക്ക് തന്നെ നമുക്ക് പോസ്റ്റ് സർജിക്കൽ കെയറിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വൂണ്ട് കെയർ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഡൂ ദാറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിരുന്നു വീട്ടിലേക്ക് നമ്മൾ കെയർ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന്. എല്ലാ സാഹചര്യത്തിലും നമുക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഉണ്ടായെന്ന് വരത്തില്ല. ആ ഡിസ്ചാർജ് സമ്മറിയിൽ കൃത്യമായിട്ട് അത് ഉണ്ടാവണം. AAC 4Gയിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കത് റീകളക്ട് ചെയ്യാൻ പറ്റും. സോ AAC 13C says that discharge summary contains follow-up advice, medication and other instructions in an understandable manner.